ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലളിതസുന്ദരമായ യാത്രയപ്പ് നൽകി ലോകം. സംസ്കാര ശുശ്രൂഷകൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൂർത്തിയായി. സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അഭിമുഖമായുള്ള പ്രധാന അൾത്താരയിലേക്ക് ഭൌതിക ശരീരം എത്തിച്ചു. ബസിലിക്കയിലെ പ്രദക്ഷിണത്തിന് ശേഷമാണ് അൾത്താരയിലേക്ക് ഭൌതിക ശരീരം എത്തിച്ചത്. CMRL-ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. SFIOയ്ക്ക് മൊഴി നൽകിയത് എന്നത് വാസ്തവ വിരുദ്ധമെന്ന് വീണ പറഞ്ഞു. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിധം മൊഴി നൽകിയിട്ടില്ല. താനോ എക്സോലോജിക്കോ സേവനം നൽകാതെ പണം കൈപ്പറ്റിയിട്ടില്ലെന്നും വീണ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലെ പൊട്ടിത്തെറിയിൽ ദുരൂഹതയില്ല. പൊട്ടിയത് പടക്കമാണെന്ന് പോലീസ് അറിയിച്ചു. നാട്ടുകാരായ 3 യുവാക്കളാണ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുൻപിൽ പടക്കം പൊട്ടിച്ചതെന്ന് കണ്ടെത്തി. ഈസ്റ്ററിന് വാങ്ങിയ പടക്കമാണ് പൊട്ടിച്ചതെന്നാണ് യുവാക്കൾ പോലീസിനോട് വിശദീകരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കാർഷിക മേഖലയിലെ നവീകരണത്തിനായുള്ള ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ. കേര പദ്ധതിക്ക് അനുവദിച്ച 140 കോടിയാണ് സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ചെലവുകൾക്കായി മാറ്റിയത്. അനുവദിച്ച ഒരാഴ്ചക്കകം പണം പദ്ധതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റണമെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ലോകബാങ്ക് വിലയിരുത്തൽ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് മുതൽ 28 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഏപ്രിൽ 29, 30 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന നടിമാരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത സന്തോഷ് വർക്കിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു അറസ്റ്റ്. നടി ഉഷ ഹസീന, ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. പാക് വ്യോമപാത അടച്ച പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശവുമായി വ്യോമയാന മന്ത്രാലയം. റൂട്ടുകളിലെ മാറ്റം യാത്രക്കാരെ കൃത്യമായി അറിയിക്കണമെന്ന് പ്രധാന നിർദ്ദേശം. ഇതിനു പുറമെ വഴിമാറിപ്പോകുന്നതിനാൽ ഏതൊക്കെ സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചും മുൻകൂട്ടി വിവരം നൽകണം. യാത്രക്കാർക്ക് വൈദ്യുത സഹായം ഉറപ്പുവരുത്തണമെന്നും മതിയായ ആഹാരവും വെള്ളവും കരുതണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പഹൽഗ്രാം ഭീകരാക്രമണത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരു അന്വേഷണത്തിനും തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. അബോട്ടാബാദിലെ സൈനിക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് പ്രതികരണം. പാക് മന്ത്രിമാർ ഉൾപ്പെടെ ചില നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം.